കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം ഈ ലോകത്ത് എടുത്ത് മാറ്റണം. ആക്ടിങ് ആണേ, മൊത്തം ഓവർ ആക്ടിങ്. ചിരിച്ച് നിങ്ങൾ ചാവും. ഭീഷണിപ്പെടുത്തിയ സർക്കാരിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി ഭീഷണിപ്പെടുത്തിയ ഇവർക്കെതിരെയല്ലേ കേസ് എടുക്കേണ്ടത്? ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് ഇത്ര ബോൾഡ് ആയിട്ടുള്ള സ്ത്രീക്ക് യൂട്യൂബേഴ്സ് വലിച്ചു കീറുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ബിഗ് ബോസിലൊക്കെ വരാൻ കഷ്ടപ്പെടല്ലേ, ഇങ്ങോട്ട് വാ, അടിച്ചു കയറി വാ, നമുക്ക് കാണാം. അയ്യോ, എന്തൊരു പഞ്ച് പാവമെന്ന് അറിയോ, വാടുന്ന തൊട്ടാവാടിയാണല്ലോ. യൂട്യൂബറാണ് ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തത്. ഏത് യൂട്യൂബർ? ഒരാളും ചെയ്തില്ല. നിങ്ങൾ തന്നെ ഏതെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് കുരയ്ക്കുമ്പോഴാണ് നമ്മളൊക്കെ കയറി റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആരും വീഡിയോ എടുത്തൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബിഗ് ബോസിൽ കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് അവിടെ കാണിക്കുക. എങ്ങനെയെങ്കിലൊക്കെ എന്നെ രക്ഷിക്കണം. ഈ യൂട്യൂബേഴ്സ് എല്ലാവരെയും അടിച്ചു ഒതുക്കി ഇവരൊക്കെ ഇല്ലാതാക്കണം. പുള്ളിക്കാരുടെ പേരിൽ കേസ് എടുക്കേണ്ടതാണ്. പബ്ലിക്കായിട്ട് വന്ന് ഭീഷണിപ്പെടുന്നു. ഇവരൊക്കെ എത്ര പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അപ്പോൾ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? അവർക്കൊക്കെ നിങ്ങളും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലെങ്കിൽ. ഞാൻ വിപിത, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ, ഇന്നല്ല കേട്ടോ, ഇന്നലെ ഞാൻ കണ്ട വീഡിയോ ആണ്. ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി വെച്ചൊരു വീഡിയോ ആണ്. രാവിലെ തന്നെ ഒരു വീഡിയോ നമ്മൾ ഇട്ടല്ലോ, അപ്പോൾ ഇത് കുറച്ച് കഴിയട്ടെ എന്ന് കരുതി വെച്ചാണ്. പക്ഷെ എനിക്ക് വീണ്ടും ഇടാൻ തോന്നുന്നു. എന്തൊക്കെയാണ് രേഖ ജഗദീഷ് നിങ്ങൾ വന്നിട്ട് ഈ പറയുന്നത്? ശരി, നിങ്ങൾ എന്തായാലും യൂട്യൂബേഴ്സിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ തെളിവെങ്കിലും ശേഖരിച്ച് വെക്കണ്ടേ? ചുമ്മാ വന്നിട്ട് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന പോലെ, സീരിയലിൽ അഭിനയം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഓവർ ആക്ടിങ് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ, ഓവർ ആക്ടിങ് സഹിക്കൂല. ഞാൻ കാണാറില്ല കേട്ടോ ഇവരുടെ സീരിയലൊന്നും. വീട്ടിൽ മമ്മി അവരൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ കരഞ്ഞു മെഴുകി. ഇവരെന്തൊരു ഓവർ ആക്ടിങ്ങാ! അത് ഒട്ടും കുറയ്ക്കാതെ തന്നെ കേട്ടോ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പം പിന്നെ അതാണല്ലോ ട്രെൻഡിങ്. യൂട്യൂബേഴ്സ് എന്നെ അങ്ങനെ ചെയ്യുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ദയവ് ചെയ്ത് എൻ്റെ പിണറായി വിജയനെ വരെ, സാറിനെ വരെ വിളിച്ചു വരുത്തിയിട്ട് കേടപേക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം ഈ ലോകത്ത് എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് നാണമില്ലേ? ബിഗ് ബോസിൽ വരാൻ വേണ്ടി ഇവർ നിൽക്കുവാണ്. സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെയാണോ റീച്ച് ഉണ്ടാക്കണ്ടേ? വേറെ എന്തൊക്കെ വഴികളുണ്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട്? നിങ്ങൾ ഇത്രയും യൂട്യൂബേഴ്സിനെ വെറുപ്പിച്ചിട്ട് ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ ഈ യൂട്യൂബേഴ്സ് തന്നെയാണല്ലോ വീഡിയോ നിങ്ങളെക്കുറിച്ച് ഇട്ടിട്ട് നാട്ടുകാരിലേക്ക് എത്തിക്കേണ്ടത്. ഇത് ഓർത്തില്ലായിരുന്നോ? എന്തായാലും അവർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാട്ടോ. ഓവർ ആക്ടിങ് ആണേ, മൊത്തം ഓവർ ആക്ടിങ്. ചിരിച്ച് നിങ്ങൾ ചാവും. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. അതാണ് കാര്യം. ഇതിന് മുമ്പ് ഇവർ വന്നിട്ടുണ്ട് എനിക്ക് ജോലിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് സീരിയലൊക്കെ കിട്ടിയെന്ന് തോന്നണോ? ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആൾ നടത്തുന്നുണ്ട് കേട്ടോ, അതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊന്നും ആയിക്കോട്ടെ. ഇരിക്കുകയാണ്. എന്നിട്ട് ഈ യൂട്യൂബേഴ്സ് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. പിണറായി സാറെ, എങ്ങനെയെങ്കിലൊക്കെ എന്നെ രക്ഷിക്കണം. ഈ യൂട്യൂബേഴ്സ് എല്ലാവരെയും അടിച്ചു ഒതുക്കി ഇവരൊക്കെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക ഈ ഒരു ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഇവർ പറയുന്ന ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഇത് രാത്രി തന്നെ ഞാൻ എല്ലാ യൂട്യൂബ് ചാനലും കയറി നോക്കി. നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഇടുന്നത്, അവരൊക്കെ കയറി നോക്കി. അവരാരും കുറച്ച് നാളുകളായിട്ട് രേഖ രതീഷ് എന്ന് പറഞ്ഞാൽ കണ്ടന്റേ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നോർമലി ആരൊക്കെയാണ് ഈ രേഖ രതീഷിനെ കുറിച്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. രേഖ രതീഷിൻ്റെ കുറേ നാൾ മുമ്പ് എന്തോ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. ഒരു ചാനൽ മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ എല്ലാ ചാനൽസൊന്നും ഇടുന്നില്ല കേട്ടോ. ഒരേ ഒരു ചാനൽ മാത്രം. ആ ചാനൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ വെക്കുന്നില്ല, അത് നിങ്ങൾ കണ്ടുപിടിച്ചോ, സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ കുറേ പേര് റിയാക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കാരണം രേഖ രതീഷിൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. എല്ലാ യൂട്യൂബേഴ്സും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇവർക്ക് ജോലിയില്ല 7-8 മാസമായിട്ട്. ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണോ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്യണം. ഈ യൂട്യൂബേഴ്സിൻ്റെ നെഞ്ചത്തേക്ക് വരുന്ന എന്തിനാ? അഥവാ നിങ്ങളെ ജീവിക്കാൻ യൂട്യൂബേഴ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഏതൊക്കെയാണ് ആ ചാനൽ എന്ന് വെച്ചാൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. ഈ ചാനലാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ അല്ലെങ്കിൽ പേര് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ എന്തായാലും പിണറായി സർക്കാരിനാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ
വന്നിട്ട് ഇന്ന യൂട്യൂബ് ചാനൽ എന്നുള്ള ചാനലിൻ്റെ പേര് പറയാൻ എന്തുകൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല? ഇത്രയ്ക്കും ധൈര്യമില്ലാത്തൊരു പാവമാണോ? സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയുടെ പേരിലാണ് കേട്ടോ കേസ് എടുക്കേണ്ടത്. നിങ്ങൾ മുഴുവനായിട്ട് കേൾക്ക്. ഭീഷണിയാണ് എടുത്തിരിക്കുന്നത്, ആത്മഹത്യ ഭീഷണി. ഇതിൻ്റെ പേരിൽ ഈ പുള്ളിക്കാരുടെ പേരിൽ കേസ് എടുക്കേണ്ടതാണ്. പബ്ലിക്കായിട്ട് വന്ന് ഭീഷണിപ്പെടുന്നു. ഇവരൊക്കെ എത്ര പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അപ്പോൾ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? അവർക്കൊക്കെ നിങ്ങളും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതാവൂ എന്നുള്ളൊരു ഇൻഫർമേഷനാണോ അവർ കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി കൂടി കേൾക്കാട്ടോ. സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ഒന്ന് കരയായിരുന്നല്ലേ ഈ സിനിമ? ഒന്ന് കരയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വിശ്വസിച്ചായിരുന്നു. ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട്. ഇനിയും ജീവൻ പൊലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താ അതിന് ചുക്കാൻ പിടിച്ച് കൊടി പിടിച്ചുകൊണ്ട് വരുവാണോ മുന്നോട്ട്? ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെയാകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. കുറച്ചുകൂടി കറിയായിരുന്നു. കുറച്ച് ഉള്ളിന്ന് ഇങ്ങനെ വരണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സീരിയലിലുള്ള അതേ ഓവർ ആക്ടിങ്. സത്യം പറയാം, 8 മാസമായിട്ട് ഇവർക്ക് പണിയില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഇതാണ് കാര്യം. ഈ ഓവർ ആക്ടിങ് ഉള്ളിന്ന് ഇങ്ങനെ വരികയാണ് അവർക്ക്. നിങ്ങളെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ ഏത് ചാനലാണ് ഇഷ്ടമാണ് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തത്? ആ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് മോങ്ങുന്നുണ്ടല്ലോ, ചാനലിൻ്റെ പേരും കൂടി അങ്ങോട്ട് പറയുക. ഇതുപോലെ ഈ യൂട്യൂബ് ചാനലുമായിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ? അപ്പോൾ അവരുടെയൊക്കെ കഞ്ഞിൽ പാറ്റ. എനിക്കേ ജോലിയില്ല, അപ്പോൾ നിങ്ങളും ജീവിക്കണ്ട. കഞ്ഞിൽ പാറ്റിടാൻ വേണ്ടിയിട്ട് എന്തിനാ സ്ത്രീയെ നിങ്ങളിങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ? നിങ്ങളിട്ട വീഡിയോ ഇട്ടാൽ എന്താ? നിങ്ങൾ വീഡിയോ ഇട്ടാൽ എന്തായാലും കാണില്ലെന്നാണോ? അടിപൊളി വീഡിയോ. ഒരു റീലൊക്കെ കണ്ടിട്ടുണ്ടോ? കിട്ടില്ല വീഡിയോസാണ് ഇവർ. പക്ഷേ സീരിയലിലെ അഭിനയം ഇച്ചിരി ഓവറാണ്, അത് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്താണ് ഇവർ പറയുന്നത്? ഇവരെന്ത് ചെയ്യാൻ പോവാ? ഇവരെ കുറിച്ച് ആരെന്തു പറഞ്ഞു? ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പം ഇവരുടെ ഈ വീഡിയോ ഇറക്കിയ ശേഷമാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണല്ലോ രേഖ നിങ്ങളിത് പറഞ്ഞുകൊണ്ട് വന്നത്. നിങ്ങൾക്ക് ബിഗ് ബോസിൽ കയറണം. അയ്യോ, എന്നാരും അറിയൂലേ? നിങ്ങളെല്ലാവരും അറിയുന്നേ. ഇവര് ധാരണ എന്താണെന്നറിയോ? സീരിയലിലും ഇല്ല, ഒന്നുമില്ല, എന്നാരും അറിയില്ല. ഞാൻ ബിഗ് ബോസിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുകയാണല്ലേ എന്നുള്ളൊരു ധാരണയിലായിരിക്കും കേട്ടോ ഒരുപക്ഷെ ഇവരിപ്പോൾ ഇങ്ങനെ വന്നിട്ട് കരഞ്ഞു പോകുന്നത്. അത് സർക്കാരിനെ കൂട്ടുപിടിച്ചേക്കണം. എന്ത് പറയാനാണ് ഇവരെ? എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും എല്ലാ ആക്ടേഴ്സിന്റെയും എന്താ പറയാ പ്രതിനിധിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവർക്ക് പാവം കേട്ടാ. ഇവർ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇവർ ഭീഷണി. ഇവരൊന്നും ചെയ്യില്ല. ഇവരുടെ ലൈഫിൽ എനിക്കറിയാലോ, കുറേ വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയാണ്. അവരുടെ ഡിവോഴ്സായി വേറെ ആളെ കിട്ടും. അത് കുഴപ്പമുള്ളൊരു കാര്യമല്ല. നമുക്ക് ഒരാളുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും നമ്മൾ മാറുക. എന്നിട്ട് നമുക്കൊരു ജീവിതം വേണ്ടേ എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഇല്ലാണ്ടായി അല്ലെങ്കിൽ ആ ഒരു ആൾ പോയെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് മറ്റൊരാൾ നമ്മുടെ ഓക്കെ ആയി തോന്നി ആൾ വിവാഹം കഴിക്കാം. ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴായിരിക്കും അയാളും നമുക്ക് ഓക്കെ ആവില്ല. ചിലവരെന്തോ ഒരു പാഠം കിട്ടിക്കഴിയും, ഒരു പടി കിട്ടിക്കഴിയും നിർത്തും. ചിലവർ വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത് 1, 2, 3 വിവാഹമൊക്കെ കഴിച്ചു. അതൊന്നും വലിയ പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചു. അത്രേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് ഇത്രയും ബോൾഡായിട്ടുള്ള സ്ത്രീക്ക് യൂട്യൂബേഴ്സ് വലിച്ചു കീറുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. ഏത് യൂട്യൂബറാണ് ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തത്? ഏത് യൂട്യൂബർ? ഒരാളും ചെയ്തില്ല. നിങ്ങൾ തന്നെ ഏതൊക്കെ ഒരു ചാനലിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തു. അത് കഴിഞ്ഞ് ഏതൊരു ചാനലുകാർ നിങ്ങളെക്കുറിച്ച് എന്തോ പറഞ്ഞു. അല്ലാതെ ഓരോ ചാനൽ മാത്രം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, കാണാൻ പറ്റും. ഇപ്പം കുറേ പേര് ചെയ്യുന്നുണ്ട്. അത് ഇന്നലെ ഇവരുടെ വീഡിയോ വന്നതിന് ശേഷമാണ് കേട്ടോ ഓരോരുത്തർ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. കാരണം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ റിയാക്ട് ചെയ്യും.
എല്ലാവരും അല്ല പറയുക, അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ പേര് പറയണത് ഇന്ന ചാനലാണ്, അല്ലെങ്കിൽ ഇന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ടെന്നല്ലേ പറയണത്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കണമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ പറയണമായിരുന്നു. അല്ലാതെ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ച് പറയുമ്പോൾ ചുമ്മാ കൈയും കെട്ടും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എൻ്റെ പൊന്നു രേഖ, നിങ്ങളുടെ ഈ ഓവർ ആക്ടിങ് ഉണ്ടല്ലോ, ഈ ഓവർ ആക്ടിങ് തന്നെയാണ് രേഖ നിങ്ങളുടെ പ്രശ്നം. 8 മാസമായിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. പക്ഷെ എൻ്റെ പൊന്നു രേഖ, ഇത്രയ്ക്ക് ബോൾഡ് അല്ലെന്നാണോ നിങ്ങൾ? വളരെ ബോൾഡായിട്ടുള്ള ലേഡിയാണ്. ഇവരുടെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്തോ ബോൾഡാണ്. എനിക്ക് നല്ല കാര്യം, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, നമ്മളെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് എത്തണം. അല്ലാതെ ഈ സർക്കാരിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം വന്ന് യൂട്യൂബേഴ്സിൻ്റെ കഞ്ഞിൽ പാറ്റിടാൻ വരല്ലേ. എനിക്കിപ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്ന എത്ര സ്ത്രീകൾക്കാണെന്ന് അറിയോ ഈ യൂട്യൂബ് കൊണ്ടുള്ളൊരു വരുമാനം വരുന്നത്? നിങ്ങളെപ്പോലെയുള്ളവർ അതൊന്നും ഇല്ലാതാക്കല്ലേ. ആരും ആരെക്കുറിച്ചും വീട്ടിൽ പോയി വീഡിയോ എടുത്തിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് കുരയ്ക്കുമ്പോഴാണ് നമ്മളൊക്കെ കയറി റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആരും വീഡിയോ എടുത്തൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബിഗ് ബോസിൽ കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് അവിടെ കാണിക്കുക, എന്നിട്ട് അവർ സെലക്ട് ചെയ്യുവാണെങ്കിൽ വീടിനകത്തേക്ക് കയറുക. അവിടെ ചെന്നിട്ട് നന്മമരം കളിക്കാതെ അവിടെ ഓവർ ആക്ടിങ് ആണെങ്കിൽ ആദ്യത്തെ ആഴ്ച പുറത്തു പോകുന്നത് നിങ്ങളൊക്കെ ആയിരിക്കും. മര്യാദക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ ലക്ഷ്മി പ്രിയനൊക്കെ പോലെ അടിപൊളിയായിട്ട് കളിക്കുകയാണെങ്കിൽ 100 ദിവസം നിന്ന് നിങ്ങൾക്ക് 8 മാസം ജോലി ഇല്ലാത്തത് നികത്താൻ പറ്റും. അല്ലാതെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കഞ്ഞിൽ പാറ്റിടാൻ വേണ്ടിയിട്ട് ദൈവത്തോർത്ത് വരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെപ്പോലെ കരഞ്ഞു മെഴുകി വീഡിയോ ഇടാൻ ഞങ്ങൾക്കും പറ്റും. ഞങ്ങളുടെ കഞ്ഞിൽ പാറ്റിടുന്നു സർക്കാർ, പ്ലീസ് ദൈവത്തെ ഓർത്ത് രേഖയെടുത്ത് വീഡിയോ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നിങ്ങൾക്ക് കുറച്ച് പേര് അറിയണം, അതിനു വേണ്ടി നിങ്ങളെല്ലാവരും അറിയിഷ്ടാ. നിങ്ങൾ വീട്ടിൽ വാ, ബിഗ് ബോസിലേക്ക് കയറി വാ. ഇങ്ങനെ യൂട്യൂബേഴ്സിനെ എല്ലാവരും വെറുപ്പിച്ചിട്ട് നിങ്ങൾ കയറി വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. എന്തായാലും രേഖക്ക് പറയാനുള്ളത് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാം. കുറച്ചുകൂടി ഉണ്ടെന്നേ. സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു ഗ്ലിസറിൻ ഇല്ലായിരിക്കും, ഉള്ളിയായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. വീട്ടിലല്ലേ ഗ്ലിസറിൻ 8 മാസമായിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. ചിലപ്പോൾ ഉള്ളി ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊണ്ട് നിൽക്കുക. അതുകൊണ്ട് ഈ കണ്ണിൽ മാത്രമേ ഉള്ളൂ കണ്ണീര്. തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. താഴ്മ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. താഴ്മയോട് അപേക്ഷിക്കുന്നു. കണ്ണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒഴുകി, എന്നാലും തുള്ളി താഴേക്ക് വന്നില്ല. എൻ്റെ പൊന്നു രേഖ, എന്തൊരു ഓവർ ആക്ടിങ്ങാണ് ഇത്. എന്തുകൊണ്ടാണ് ഈ രേഖ ഈ വീഡിയോ ഇട്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഗൈസ്, വളരെ വ്യക്തമാണ്. നമ്മൾ തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ രേഖയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. രേഖ വരുന്ന അറിയാം, പക്ഷെ രേഖ വന്നാലും ആദ്യത്തെ 1-2 ആഴ്ച അതിൽ കൂടുതൽ രേഖ നിൽക്കില്ല. രേഖയുടെ ഈ ഒരു ഇങ്ങനെയാണ് രേഖ പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രാറ്റജീസ് മാറ്റി പിടിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ലക്ഷ്മി പ്രിയ കിഡിലോട്ട് കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മി പ്രിയനെ, സത്യം പറയാലോ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ കുറച്ച് ഏജ്ഡ്, വലിയ ഏജൊന്നും അല്ല കേട്ടോ ലക്ഷ്മി പ്രിയക്ക്. ഈ പറഞ്ഞ രേണുവിൻ്റെ ഒക്കെ ഏജൊക്കെ തന്നെ ഉള്ളൂ, 10-34 വയസ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ട് വന്നതിൽ കുറച്ച് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, അവിടെ നിന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ലക്ഷ്മി പ്രിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക, അവരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്, അങ്ങനെ പഠിച്ചിട്ട് വാ. എല്ലാം എന്താ യൂട്യൂബേഴ്സിന് നെഞ്ചത്ത് കയറിയിട്ട് കുറച്ചൊന്ന് വൈറലാവാമെന്ന് വിചാരിച്ച് വൈറലായിട്ട് വീടിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. അയ്യോ എന്തൊരു പഞ്ചപാവമെന്ന് അറിയോ, വാടുന്ന തൊട്ടാവാടിയാണല്ലോ ഇതൊക്കെ. അവസരവാദി എന്ന് അറിയില്ലേ, അവസരം മുതലെടുക്കുക. അങ്ങനെ അവസരം മുതലെടുത്തോണ്ട് വന്നിട്ട് ഇപ്പം എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ദീപക്കിൻ്റെ കേസൊക്കെ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. ഇപ്പോൾ ജിംഷിത എന്ന് പറഞ്ഞ സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലെ രേഖനെ പോലെയുള്ള, ജിംഷിതനെ പോലെയുള്ള കുറച്ച് സ്ത്രീകളുണ്ട് കേട്ടോ ഇങ്ങനെ മുതലെടുക്കുന്നു. ജിംഷിത വൈറലാവാൻ വേണ്ടിയിട്ട് ദീപക്കിനെ ഇരയാക്കി. അതേപോലെ തന്നെ ഈ സ്ത്രീ എന്താണ് രേഖ രതീഷ് വൈറലാവാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സിൻ്റെ നെഞ്ചത്തേക്കാണ് വന്നിരിക്കുന്നത്, അതും ആത്മഹത്യ ഭീഷണി പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ, സർക്കാരിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഇവർക്കെതിരെയല്ലേ കേസ് എടുക്കേണ്ടത്? എന്തായാലും ബിഗ് ബോസിലേക്ക് വരാൻ കഷ്ടപ്പെടല്ലേ, ഇങ്ങോട്ട് വാ, അടിച്ച് കയറി വാ, നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും